അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിക മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ റമളാനിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ്. പരിശുദ്ധ ഖുർആൻ സമ്മാനിച്ചുകൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ച ഈ പരിശുദ്ധ മാസത്തിൽ കഴിവിൻ്റെ പരമാവധി ഖുർആനുമായി അടുത്ത് കഴിയുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ വളരെ ശ്രദ്ധേയമായ ഒരു സൂറത്ത്, ഒരു അധ്യായം, 93-ാമത്തെ സൂറത്ത്, സൂറ അൽ-ദുഹ എന്ന അധ്യായത്തിൽ അതിൻ്റെ തദബ്ബുറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയോടുകൂടിയുള്ള ജീവിതവും ഉറപ്പുവരുത്തുക എന്നുള്ളത് ഖുർആനിൻ്റെ പഠനത്തിലൂടെയും ഖുർആനിൻ്റെ ആശയഗ്രഹണത്തിലൂടെയും സാധ്യമാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് സൂറ അൽ-ദുഹ. നമ്മളുടെ മാനസികമായ ആരോഗ്യം, മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ഇസ്ലാമികമായ ദർശനങ്ങൾ, ഖുർആനിൻ്റെ ആയത്തുകൾ കൃത്യമായി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ജീവിക്കാൻ വേണ്ടി കഴിയും. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ്, ഖുർആൻ കൊണ്ടാണ് മനസ്സിന് ശാന്തി ഉണ്ടാവുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ സൂറത്തിൻ്റെ ഒരു പഠനത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ രണ്ട് വ്യത്യസ്തങ്ങളായ സംഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വചനം ആരംഭിക്കുന്നത്. വല്ലുഹ വല്ലൈലി ഇദാ സജ. ലുഹ നേരം തന്നെയാണ് സത്യം. ഇരുട്ട് കൂരിരുൾ പരത്തുന്ന രാത്രി തന്നെയാണ് സത്യം. രണ്ട് വ്യത്യസ്ത സമയത്ത് സംഭവിക്കുന്ന രണ്ട് വിരുദ്ധമായ കാര്യങ്ങളെ ഒരുമിച്ച് ആണയിട്ടുകൊണ്ടാണ് ഈ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത്. ലുഹ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രതീക്ഷയുടെ ഒരു സമയമാണ്. ഫജ്ർ എന്ന് പറയുമ്പോൾ നേരം വെളുക്കുന്നുണ്ടാവുള്ളൂ. ലുഹറായി കഴിയുമ്പോഴേക്ക് വെളിച്ചം പരന്ന് ചൂട് കൂടിയിട്ടുണ്ടാവും. എന്നാൽ ലുഹറിൻ്റെയും ഫജറിൻ്റെയും അടക്കമുള്ള ലുഹ സമയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പ്രതീക്ഷ ഉണ്ടാകാൻ, ഏറ്റവും അധികം ഒരാൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സമയമാണ്. അതിൻ്റെ തൊട്ടു മുമ്പ് ആ രാത്രി അവർ കഴിഞ്ഞ് കടന്നു വന്നവരാണ്. വല്ലൈലി ഇദാ സജ. ഇരുട്ട് മൂടുന്ന രാത്രി തന്നെയാണ് സത്യം. രാത്രി വന്നപ്പോൾ ആളുകളെല്ലാം വിചാരിച്ചത് ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു, അസ്തമിച്ചു എന്നാണ്. അല്ല, നിങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു പുലരി കൂടി വന്നിട്ടുണ്ട്, ലുഹയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഈ സൂറത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം അവതരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. മഹാനായ റസൂലുള്ളാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം വഹി അവതരിച്ചു തുടങ്ങി, ഖുർആനിലെ വചനങ്ങൾ ഇറങ്ങി. കുറച്ചു കാലത്തേക്ക് ഒരു ഇടവേള ഉണ്ടായി. കുറച്ചു കാലത്തേക്ക് ജിബ്രീൽ വരുന്നില്ല, വഹി ഇറങ്ങുന്നില്ല. റസൂലിനെ മെല്ലെ മെല്ലെ പേടി വരാൻ തുടങ്ങി. ശത്രുക്കൾ അത് എടുത്ത് ആയുധമാക്കി എടുത്ത് പരിഹസിക്കാൻ തുടങ്ങി. അല്ലാഹു തആല റസൂലിനെ കൈവിട്ടു എന്നും ഇനി വഹി ഇറങ്ങാനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ റസൂലിനത് ഏറ്റു തുടങ്ങുന്ന ഒരു സമയത്ത് ആണ് അല്ലാഹു തആല ഈ വചനം റസൂലിന് മാത്രമല്ല ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾക്ക് മുഴുവനും സന്തോഷമായി, സമാധാനമായി, ആശ്വാസമായി കൊണ്ട് ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. ഇല്ല, താങ്കളുടെ റബ്ബ് താങ്കളെ കൈവിട്ടിട്ടില്ല. വമാ ഖല, റബ്ബിന് നിങ്ങളോട് പ്രത്യേകിച്ചൊരു വെറുപ്പുമില്ല. അല്ലാഹു തആല നമ്മളെ കൈവിടാൻ മാത്രം കുരുത്തക്കേടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം തിന്മകൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹു നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അള്ളാഹു നമ്മൾ അവന്റെ കാരുണ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും സ്നേഹിക്കുകയാണ് എന്ന് ഓരോ റമളാനുകളും നമ്മളെ സാക്ഷ്യപ്പെടുത്താൻ. കഴിഞ്ഞ റമളാനിൽ നമ്മൾ പലപ്പോഴും അതിനോട് വേണ്ടത്ര നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്ന സങ്കടത്തോടെയാണ് വിട പറഞ്ഞത്. ഇപ്രാവശ്യം കൂടി അള്ളാഹു നമുക്ക് റമളാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതും അള്ളാഹു നമ്മളെ അത്യഗാധമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. വമാ വദ്ദഅക റബ്ബുക വമാ ഖല. നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല, റബ്ബിന് നിന്നോട് ഒരു വെറുപ്പുമില്ല. സ്വാഭാവികമായി ദുനിയാവിലെ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. നമ്മുടെ പ്ലാനുകളും സ്വപ്നങ്ങളും ഡ്രീമുകളും ഒക്കെ പലപ്പോഴും വഴിയിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് അള്ളാഹു നമ്മളെ കൈവിട്ടു എന്ന്. ഈ ദുനിയാവിലെ കാര്യസാധ്യങ്ങളല്ല, ഈ ദുനിയാവിലെ സ്വപ്ന സാക്ഷാത്കാരങ്ങളല്ല, ഈ ദുനിയാവിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ നടക്കുക എന്നതിനനുസരിച്ചല്ല അള്ളാഹുമായുള്ള നിങ്ങളുടെ ബന്ധം തീരുമാനിക്കേണ്ടത്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല.
ദുനിയാവിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ടത് ആഖിറം തന്നെയാണ്, പരലോകം തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടുക, നരകത്തിൽ നിന്ന് മോചനം കിട്ടുക, അവിടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂടെ ജീവിക്കാൻ കഴിയുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തെ മറികടക്കുന്ന ഒരു സ്വപ്നവും ഒരു ആഗ്രഹവും ദുനിയാവിൽ നിങ്ങൾ കൊണ്ടു നടക്കരുത്. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, ഈ ദുനിയാവിനേക്കാൾ നല്ലത് പരലോകം തന്നെയാണ് എന്ന് വിചാരിച്ച് അള്ളാഹു നിങ്ങൾക്കൊന്നും തരാതിരിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. വല സൗഫ യുതീക റബ്ബുക ഫതർവാ, വല സൗഫ യുതീക റബ്ബുക, റബ്ബ് തരും, റബ്ബ് തരിക തന്നെ ചെയ്യും, അള്ളാഹു തരും. നമ്മൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് കരുതി കിട്ടൂല എന്ന് വിചാരിക്കരുത്. വല സൗഫ യുതീക റബ്ബുക, അള്ളാഹു നിനക്കത് പിന്നീട് ഒരു സമയത്ത് തരും. ഫതർവാ, അള്ളാഹ് തന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പരാതി ഉണ്ടാവില്ല, നിനക്ക് നിരാശയുണ്ടാവില്ല, നിനക്ക് അതിനെപ്പറ്റി യാതൊരു വേവലാതിയും പറയാനുണ്ടാവില്ല. ഫതർവാ, നിനക്ക് തൃപ്തിയാകുന്നിടത്തോളം അളവിൽ അള്ളാഹു നിനക്ക് തരിക തന്നെ ചെയ്യും. അത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ട് അള്ളാഹിനോട് തെറ്റിപ്പോകരുത്, നിങ്ങൾ ശിർക്കിലേക്ക് പോകരുത്, നിങ്ങൾ തൗഹീദിന്റെ വഴിയിൽ നിന്ന് മാറി വേറെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകരുത്. അള്ളാഹിന്റെ കൂടെ തന്നെ നിൽക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു പല പ്രതിസന്ധികൾ വന്ന സമയത്ത് ആരാണ് നിങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നത്? അലം യജിദ്ക യതീമൻ ഫആവ, റസൂലിനോട് ചോദിക്കാൻ, താങ്കൾ ഒരു യതീമായിരുന്നില്ലേ? യതീമായി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ആരാണ് താങ്കൾക്ക് അഭയം നൽകിയത്? അള്ളാഹു അല്ലാതെ. വവജദക ളാല്ലൻ, എങ്ങോട്ട് തിരിയണമെന്നറിയാത്ത ജാഹിലിയത്തിന്റെ ഇരുട്ടിൽ എല്ലാവരും നിൽക്കുന്ന സമയത്ത് താങ്കളെ അതിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ഒരു പ്രവാചകനാക്കി നിയോഗിച്ചില്ലേ? യതീമായിരുന്ന അവസ്ഥയിൽ നിന്ന് താങ്കൾക്ക് ആശ്രയത്വം നൽകിയില്ലേ? വഴി അറിയാത്ത സമയത്ത് താങ്കൾക്ക് വെളിച്ചമായി അള്ളാഹു വഴി കാട്ടി തന്നില്ലേ? നമ്മുടെ ജീവിതത്തിലും അങ്ങനെ നമ്മളൊക്കെ എല്ലാവരും യതീമായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരുന്ന ഘട്ടത്തിൽ പല നിലക്കുള്ള അനാഥത്വങ്ങൾ, ആശ്രയത്വങ്ങൾ നമ്മൾ ആവശ്യമുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. അവിടെ നമ്മളെ താങ്ങിയത്, അവിടെ നമ്മളെ കൂട്ടിപ്പിടിച്ചത്, അവിടെ നമുക്ക് സഹായം നൽകിയത് അള്ളാഹുവാണ്. സത്യദീനിന്റെ വഴിയിലേക്ക്, ഹിദായത്തിലേക്ക്, തൗഹീദിലേക്ക് നമ്മളെ കൊണ്ടു ചേർത്തിയത് അള്ളാഹുവാണ്. നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ സാമ്പത്തികമായ പ്രയാസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന സമയത്ത് അള്ളാഹുവാണ് നിങ്ങൾക്ക് സമ്പത്ത് നൽകിയത്, അള്ളാഹുവാണ് നിങ്ങൾക്ക് ധന്യത നൽകിയത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു തന്നാൽ, നിങ്ങൾക്ക് നന്മയുണ്ടായാൽ, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ കടന്നു വന്ന വഴികളെ, ഭൂതകാലത്തെ, കഴിഞ്ഞ കഷ്ടകാലങ്ങളെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെപ്പോലെ സമാനമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന വേറെയും മനുഷ്യർ സമീപത്തുണ്ട്, നിങ്ങളുടെ പരിസരത്തുണ്ട്, നിങ്ങളുടെ വീട്ടിനും അയൽപ്പക്കത്തുമൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഫഅമ്മൽ യതീമ, യതീമിനെ കണ്ടാൽ, യതീമിന്റെ സംരക്ഷണത്തിന്റെ കാര്യം നിന്റെ കയ്യിൽ വന്നുപെട്ടാൽ, ഫലാ തക്ഹർ, ഒരിക്കലും അത് കൈയടക്കി അവന്റെ സമ്പത്ത് നീ കഴിക്കരുത്, അവരോട് നിങ്ങൾ അമാന്യമായി പെരുമാറരുത്. വഅമ്മ സായില ഫലാ തൻഹർ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത, നിക്കക്കള്ളിയില്ലാതെ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോ അവരോട് കയർത്ത് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ അവരെ ആട്ടി അകറ്റരുത്. അള്ളാന്റെ നിഅമത്ത്, അത് അള്ളാന്റെ നിഅമത്ത് നിങ്ങൾ മറന്നുകൊണ്ട് സംസാരിക്കരുത്. അള്ളാഹു ഒരുപാട് നിഅമത്ത് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ തൊള്ളുന്നത് ചാടാൻ കുറച്ച് പണിയാണ്. എന്താ പാട്, എന്താ സുഖാണോ? ഒരു കണക്കിന് ഇങ്ങനെ പോണ്. കച്ചവടമൊക്കെ വെറുതെ ഒരു ഏർപ്പാട്. ഇങ്ങനെ എന്ത് കിട്ടിയാലും മതിയാകാതെ അള്ളാഹുവിന്റെ നിയമത്ത് കണ്ണിൽ പെടാതെ നിൽക്കുന്ന നന്ദികെട്ട സംസാരങ്ങളും പെരുമാറ്റം ഉണ്ടാകരുത്. എന്തൊക്കെ നിയമത്താണോ അള്ളാഹ് നൽകിയിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം, നന്ദിയോടെ സംസാരിക്കണം, ശുക്ർ ചെയ്യണം. അതിന്റെ പ്രതിഫലനങ്ങൾ, അതിന്റെ ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് പകുത്തു കൊടുക്കണം. മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ സമ്പത്തിലും നമ്മുടെ അനുഗ്രഹങ്ങളിലുമൊക്കെ ഷെയർ നമ്മൾ കൽപ്പിക്കണം. അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. വലസൗഫ യുതീക റബ്ബുക ഫതർലാ, അള്ളാഹ് തരും, അള്ളാഹ് തരാതിരിക്കില്ല. ഈ ഒരു ആയത്ത് എത്രത്തോളം സക്കീനത്താണ്, എത്രത്തോളം സമാധാനമാണ്, എത്രത്തോളം ആശ്വാസമാണ് വിശ്വാസികൾക്ക് പകരുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു സൂറത്ത് മാത്രമല്ല, ഖുർആനിലെ ഓരോ സൂറത്തുകളും അടുത്തറിയാനും പഠിക്കാനും അതിന്റെ ആഴം മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യാനുമുള്ള നല്ല തീരുമാനങ്ങളാവട്ടെ ഈ പരിശുദ്ധ റമദാനിന്റെ പുണ്യദിനങ്ങളിൽ നമ്മളിൽ നിന്ന് സംഭവിക്കുന്നത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.